ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർപ്പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദിയുടെ പിറന്നാൾ ആഘോഷത്തിന് സച്ചിയും രേവതിയും പ്രതീക്ഷിക്കാതെ എത്തുകയാണ്. ആദിക്ക് ഒരു ഡ്രസ്സ് വാങ്ങിയ ആ ഒരു സന്തോഷത്തിൽ ആദിയെ കാണാൻ വേണ്ടിയും അത് കൊടുക്കാൻ വേണ്ടിയുമാണ് അവരെത്തിയത്. പക്ഷേ ഇവിടെയാണെങ്കിൽ ആദിയുടെ പിറന്നാൾ ആഘോഷവും കാര്യങ്ങളൊക്കെ നടക്കുകയായിരുന്നു. സ്വന്തം അമ്മയായിട്ടുള്ള ശ്രുതി അവിടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവരെ കാണുമ്പോൾ ശ്രുതി മറിഞ്ഞു നിൽക്കുകയും കേക്ക് മുറിക്കാൻ നേരം ശ്രുതിക്ക് ഇവരുടെ ഒപ്പം പങ്കെടുക്കാൻ കഴിയാതെ അവൾ മാറി നിൽക്കുകയും എല്ലാവരും ചേർന്ന് കേക്ക് മുറിക്കുകയും ശ്രുതിയെ കാണാത്ത വിഷമം ആദിക്ക് അവിടെ പ്രകടമാവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ശ്രുതിയുടെ അമ്മ വിമലാൻറ്റി പറയുന്നുണ്ട്, ഇത് എൻ്റെ മകൻ്റെ കുട്ടിയല്ല, ഇതെൻ്റെ മകളുടെ കുഞ്ഞാണ്. അവൾക്ക് ഇവിടേക്ക് വരാൻ സാധിക്കില്ല. അവളിങ്ങനെ മറ്റൊരു വിവാഹം കഴിച്ചു. പിന്നെ തന്നെയല്ല, ഈ ഒരു വിവാഹം കഴിച്ചിട്ട് അങ്ങനെ ഭർത്താവ് മരണപ്പെട്ടു പോയതാണ് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ സച്ചിൻ രേവതിയും ആദ്യമൊക്കെ സമാധാനിപ്പിച്ച് അവിടെ നിന്നും അമ്മയോട് പറയുന്നുണ്ട്, എന്തായാലും എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണെങ്കിൽ ആരുമില്ല എന്നൊരു തോന്നൽ വേണ്ട, ഞങ്ങളെ ഉടനെ വിവരം അറിയിച്ചേക്കണം എന്നും പറഞ്ഞ് അവർക്കൊരു വാക്കുകളൊക്കെ പറഞ്ഞ് സച്ചിൻ രേവതിയും അവിടെ നിന്ന് യാത്ര പറഞ്ഞ് പോവുകയാണ്. അങ്ങനെ ആ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രുതി ഇവർ പോയതിന് ശേഷം തിരികെ വരുന്നുണ്ട്. അങ്ങനെ തിരികെ വന്നിട്ട് വിമലാൻറ്റിയോട് പറയാണ്, പോയോ അവരൊന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയം ആദ്യമാണെങ്കിൽ ഓടി വന്ന് നമ്മുടെ ശ്രുതിയെ കെട്ടിപ്പിടിക്കുകയാണ്. അമ്മയെന്ന് പറഞ്ഞിട്ട്, അമ്മ വായോ, വാ കേക്ക് കട്ട് ചെയ്യാം എന്നും പറഞ്ഞിട്ട് അതിൽ നിന്നൊരു പീസ് കേക്ക് എടുത്തിട്ട് അമ്മയ്ക്ക് വെച്ച് കൊടുക്കുകയാണ് വായിൽ. അപ്പോൾ അമ്മയും ശ്രുതിയും മകന് കേക്ക് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ആദിയോട് ശ്രുതി പറയുകയാണ്, മോൻ പുറത്തു പോയി കളിച്ചോ എന്ന് പറഞ്ഞ് ആദിയെ വീടിന് പുറത്തേക്ക് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അതിനുശേഷം അമ്മയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടി തന്നെയാണോ നിങ്ങൾ നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, എന്താ ശ്രുതി, ഞാൻ അതിന് എന്ത് ചെയ്തു, അവരെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിച്ച് വരുത്തിയതല്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയം അത് ശരിയാണ്, പക്ഷെ നിങ്ങൾ എന്തിനാ എന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞത്, നിങ്ങൾ മകളുടെ കുട്ടിയാണ്, ഇവൻ എന്തിന് അങ്ങനെയൊക്കെ പറയാൻ പോയത് എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ഞാൻ നിന്റെ പേരൊന്നും പറഞ്ഞില്ലല്ലോ ശ്രുതി എന്ന് പറയുകയാണ്. അപ്പോൾ എൻ്റെ പേരും കൂടി പറയായിരുന്നില്ലേ നിങ്ങൾക്ക്, അപ്പോൾ പിന്നെ നിങ്ങൾ സമാധാനം ആവുമല്ലോ, അപ്പോൾ എൻ്റെ ജീവിതം തകർന്ന് ഞാൻ ഇവിടെ വന്ന് നിൽക്കായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ വിമലാൻറ്റി പറയാണ്, നീ എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നത്, എത്ര നാൾ നീ രഹസ്യമാക്കി വെക്കും, സത്യങ്ങളൊക്കെ എന്തായാലും ഒരു നാളെന്തായാലും സത്യങ്ങളൊക്കെ പുറത്ത് വരില്ലേ എന്ന് ചോദിക്കുകയാണ്. അതെന്തായാലും ഞാൻ തീരുമാനിക്കും എന്ന് പുറത്ത് വരണം എന്നൊക്കെ, നിങ്ങളായിട്ട് അതൊന്നും പറയാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം നമ്മുടെ സച്ചിൻ രേവതിയും കൂടി കാറിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സച്ചിയും എന്തൊക്കെയോ ആലോചിച്ചിരിക്കുകയാണ്, രേവതിയും എന്തൊക്കെയോ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, രേവതി നീ എന്താ ആലോചിക്കണേന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല, ഞാൻ നമ്മുടെ ആദിയെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഞാനും അതെ ആദിയെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു, എന്നാലും വല്ലാത്തൊരു കഷ്ടം തന്നെയല്ലേ എന്ന് പറയുന്നുണ്ട്. അത് എൻ്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചതുപോലെ, എൻ്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചെങ്കിലും എനിക്ക് എൻ്റെ അച്ഛമ്മ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ തന്നെയല്ല, എൻ്റെ അച്ഛനും എനിക്ക് സ്നേഹം തരാനുണ്ടായിരുന്നു. ഇതിപ്പോൾ ആദിക്ക് ആരുമില്ലാത്തൊരവസ്ഥയെ, അമ്മമ്മ മാത്രമല്ലേ ഉള്ളൂ അവൻ്റെ എന്നിങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കുക. അതെ, എനിക്കൊരു കാര്യം തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതി പറയാണ്, ആദ്യം നമുക്ക് ദത്തെടുത്താലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി ഇങ്ങനെ അവളിങ്ങനെ കണ്ണു തുറപ്പിച്ച് നോക്കുന്നുണ്ട്. എന്തേ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ മനസ്സിൽ കരുതിയത് തന്നെയാണ് രേവതി നീ പറഞ്ഞത്, എന്തായാലും എനിക്കതിൽ സന്തോഷമാണ്. അപ്പോൾ എന്നാൽ നമുക്ക് വീട്ടിലുള്ളവരോടൊക്കെ ഒന്ന് സംസാരിച്ചാലോ, എല്ലാവരോടും സംസാരിച്ചിട്ട് നമുക്ക് എന്നാ കുഞ്ഞിനെ എന്തായാലും ആ കുട്ടി നമ്മുടെ വീട്ടിലുള്ള ഒരു അംഗത്തിനെ പോലെ തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അത് നമുക്ക് ആലോചിക്കാവുന്ന കാര്യമാണ്. എന്നാൽ ഒരു കാര്യം ചെയ്യും, ഈ പോകുന്ന പോക്ക് വേഗം തന്നെ ഒരു അമ്പലത്തിലോട്ട് എന്ന് പറയുകയാണ്. അങ്ങനെ അവൾ അമ്പലത്തിലോട്ട് പോകുന്നുണ്ട്. നമ്മുടെ രേവതിക്ക് പരിചയമുള്ള ആ പൂവൊക്കെ കെട്ടണ അമ്പലം ഉണ്ടല്ലോ, അമ്പലത്തിലോട്ട് തന്നെയാണ് പോകുന്നത്. അങ്ങനെ അവിടെ എത്തിയിട്ട് അവൾ 2 കടലാസ് കഷ്ണം എടുത്തിട്ട് അതിൽ ഒരെണ്ണത്തിൽ ആദ്യം ദത്തെടുക്കുന്നത് സമ്മതം, ദത്തെടുക്കാൻ പാടില്ല എന്ന് മറ്റേതിലും അങ്ങനെ 2 കടലാസിലായിട്ട് എഴുതുന്നുണ്ട്. അങ്ങനെ ഇതെന്താ നീ ചെയ്യാൻ പോകുന്നത് എന്ന് സച്ചി ചോദിക്കുന്നു. നിങ്ങൾ വായോ, എന്തായാലും നമ്മൾക്ക് ആദ്യം തന്നെ ദൈവത്തിനോട് ചോദിക്കാം, എന്നിട്ട് നമുക്ക് തീരുമാനത്തിലെടുക്കാം എന്ന് പറയുകയാണ്. അങ്ങനെ അവിടുത്തെ പൂജാരി വരുന്നുണ്ട്. പൂജാരിയോട് അപ്പോൾ പൂജാരി പറഞ്ഞു, രേവതിയോ എന്ന് ചോദിക്കുകയാണ് പൂജാരി. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ 2 കടലാസ് എഴുതിയിട്ടുണ്ട്, അതെന്തായാലും ഒന്ന് പൂജിച്ചിട്ട് എനിക്ക് ഒരു തീരുമാനം ഒന്ന് എടുക്കാനാണ് എന്ന് പറയുമ്പോൾ, അതിനെന്താ എന്നും പറഞ്ഞ് ആ പൂജാരി അത് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുകയാണ് രണ്ടുപേരും. അങ്ങനെ അതിനുശേഷം ആ പൂജാരി ആ പേപ്പർ ഇങ്ങനെ അതിലേതോ ഒരു പേപ്പർ കൊണ്ടുവരുന്നുണ്ട്, അതെടുത്ത് വായിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ വായിച്ച പാടെ രേവതിയുടെ മുഖം മാറുകയാണ്. ദത്തെടുക്കാൻ പാടില്ല എന്നാണ് അതിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഇത് പറയുന്നുണ്ട്, നിനക്ക് നീ ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ, നമ്മൾക്ക് ആഗ്രഹം നമ്മൾ
വിവാഹം നടത്തണം എന്നൊക്കെ പറയുമ്പോൾ അല്ല, ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്നും ദൈവം പറയുന്നത് നമ്മളോട് വേണ്ട എന്നാണ്. ഇതെൻ്റെ അച്ഛൻ്റെ കാലത്ത് എൻ്റെ അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ സംശയം തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് ഇവിടെ വന്ന് ദൈവത്തിനോട് ചോദിക്കണം. അപ്പോൾ സച്ചി പറയുന്നുണ്ട് അതിന് 100 കാര്യങ്ങളുണ്ട്. ഇപ്പം നമുക്ക് ടോസ് ഇട്ട് നോക്കിയാൽ പോരെ, ടോസ് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാലോ, അതൊക്കെയാണ് സാധാരണ ഞങ്ങൾ ചെയ്യാറ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രേവതിയെ നീ വന്നേ എന്നും പറഞ്ഞ് രേവതിയെയും കൂട്ടി വീട്ടിലോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ അതേ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രീകാന്തും വർഷയും തമ്മിൽ ചെറുതായിട്ട് പിണങ്ങിയിരിക്കുകയാണല്ലോ. അപ്പോൾ ശ്രീകാന്ത് വർഷയുടെ അരികിലേക്ക് റൂമിലോട്ട് വരുന്നുണ്ട്. അങ്ങനെ റൂമിലോട്ട് വരുമ്പോൾ ശ്രീകാന്ത് വർഷയോട് പറയുകയാണ്. അപ്പോൾ വർഷ ഒന്നും ഇവനെ ശ്രദ്ധിക്കാത്ത മട്ടിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് പുറത്ത് പോയാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ ആ മൈൻഡ് ചെയ്യാണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിന്നോടാണ് ചോദിക്കുന്നത് വർഷ, നമുക്ക് പുറത്ത് പോയി ഡിന്നർ കഴിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാ രാവിലെ എന്നോട് വഴക്കുണ്ടാക്കിയതിന് എന്നെ ഐസാക്കാൻ വേണ്ടി വന്നതാണോ, എനിക്ക് ഐസ്ക്രീം തന്ന് തണുപ്പിക്കാനാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് എടി ശരിയാ, ഞാൻ നിന്നോട് വഴക്ക് കൂടാൻ പാടില്ലായിരുന്നു. നിൻ്റെ അമ്മ അങ്ങനെ ഒരു കാര്യം എന്നോട് പറഞ്ഞതിൽ നീ എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ പിന്നീട് അത് ആലോചിച്ചപ്പോഴാണ് നിൻ്റെ അമ്മ അങ്ങനെ എനിക്ക് ചെക്ക് തന്ന് എന്നെ കൊച്ചാക്കുന്നത് പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പെരുമാറിയത്. എന്തായാലും നമുക്കൊന്ന് കുറെ കാലമായില്ലേ നമ്മൾ പുറത്തൊക്കെ പോയിട്ട്, നമുക്ക് രണ്ടുപേർക്കൊന്ന് പുറത്ത് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ വർഷ പറയാണ് പുറത്ത് പോവാം, പക്ഷേ ഡിന്നർ മാത്രമല്ല, ആദ്യം ഒരു ഷോപ്പിംഗ്, പിന്നെ ഒരു സിനിമ, അത് കഴിഞ്ഞ് ഡിന്നറും കഴിഞ്ഞിട്ടേ വരാൻ പാടുള്ളൂ എന്ന് പറയുന്നു. എടി എന്ന് പറയുകയാണ്. എടി ഇത്രയധികം പൈസ ചിലവാക്കണോ എന്ന് ചോദിക്കുമ്പോൾ നീ ചിലവാക്കണ്ട, പൈസ മുഴുവനും ഞാൻ ചിലവാക്കിക്കോളാം എന്ന് വർഷ പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് പോയാലും ഞാൻ റെഡി ആയിട്ട് വരട്ടെ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ശരി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വർഷ പറയാണ് അതെ, ഇങ്ങനെയാണെങ്കിലും നീ ഇടയ്ക്കിടയ്ക്ക് സ്റ്റുഡിയോയിൽ വന്ന് എന്നോട് തല്ലുണ്ടാക്കിക്കോ കേട്ടോ, അങ്ങനെയാണെങ്കിൽ ഇതുപോലെ പുറത്ത് പോകാമല്ലോ എന്ന് പറയുമ്പോൾ അവനങ്ങനെ ശ്രീകാന്ത് അങ്ങനെ ചിരിച്ചങ്ങനെ നിൽക്കുകയാണ്. അതേ സമയത്ത് നമ്മുടെ ഭരതനാട്യ ക്ലാസ്സാണ് കാണിക്കുന്നത് ചന്ദ്രയുടെ. അങ്ങനെ ചന്ദ്രയുടെ ഭരതനാട്യ ക്ലാസ്സിൽ സ്റ്റുഡൻസൊക്കെ വന്നു തുടങ്ങിയിട്ട്, അതായത് ഫ്രീ ആയിട്ട് അവർക്ക് ഡ്രസ്സല്ല ഫ്രീ ആയിട്ട് ഫീസ് ഇല്ലാതെയാണ് അവനങ്ങനെ പഠിപ്പിക്കാൻ തീരുമാനിക്കുന്നതും. അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ എടുക്കാനുള്ള ഒരു തീരുമാനത്തിലൊക്കെയാണ്. അങ്ങനെ ഈ ഭരതനാട്യ ക്ലാസ്സിലേക്ക് 6 സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. അങ്ങനെ 6 സ്റ്റുഡൻസ് വന്ന സന്തോഷത്തിലാണ് നമ്മുടെ 3 ഗേൾസും 3 ബോയ്സും അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചന്ദ്ര വലിയ സന്തോഷത്തിലാണ്. അങ്ങനെ ഉദ്ഘാടനം എന്ന രീതിയിൽ ഇങ്ങനെ തിരിയൊക്കെ കൊളുത്തി നിൽക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ഒരു പെൺകുട്ടിയാണ് ആദ്യം തന്നെ അച്ഛൻ്റെ ബൈക്കിൽ വന്നിട്ട് ഇറങ്ങുന്നുണ്ട്. അച്ഛൻ പറയുന്നുണ്ട് കുറച്ച് നേരമല്ലേ ക്ലാസ് ഉണ്ടാവുള്ളൂ, ക്ലാസ് കഴിഞ്ഞ് അവിടെ നിന്നോളാം, ഞാൻ എടുക്കാൻ വരാം എന്ന് പറഞ്ഞു. ശരി അച്ഛ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അച്ഛന് അങ്ങനെ പോവുകയാണ്. ആ കുട്ടിയാണെങ്കിൽ ഒരു പേടിച്ച മട്ടിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. പുറകെയായിട്ട് മറ്റൊരു 2 വീലറിൽ ഒരു പയ്യൻ വരികയാണ്. അവൻ ഹെൽമെറ്റൊക്കെ ധരിച്ച് അങ്ങനെ ഹെൽമെറ്റ് ഊരുന്നുണ്ട്. അങ്ങനെ അവർ 2 പേരും ഒന്നിച്ചാണ് ആ ക്ലാസ്സിലോട്ട് വരുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ സ്നേഹത്തിലാണ്. ഇവർക്ക് 2 പേർക്കും പരസ്പരം കണ്ടുമുട്ടാനും സംസാരിക്കാനും ഒന്ന് അടുത്തിടപഴകാനും വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഈ ഒരു ഡാൻസ് ക്ലാസ് യൂസ് ചെയ്തിട്ടുള്ളത്, അവരുപയോഗിക്കുന്നത്. കാരണം ഈ പെൺകുട്ടിയുടെ ഫോൺ വരെയും അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇവനുമായിട്ടുള്ള റിലേഷൻ ആ വീട്ടിൽ അറിയാം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ ഡാൻസ് ക്ലാസ് അവർ ചൂസ് ചെയ്യുന്നത്. പക്ഷെ അതൊന്നും നമ്മുടെ ചന്ദ്രയ്ക്ക് അറിയില്ല. അങ്ങനെ 2 പേരും ഡാൻസ് ക്ലാസ്സിലേക്ക് വരുന്നുണ്ട്. ചന്ദ്രയാണെങ്കിൽ നല്ല അടിപൊളിയായി തന്നെ അവർക്ക് ഡാൻസൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതിനിടയിൽ ഈ പറയുന്ന പ്രേമിക്കുന്ന ഈ ആൺകുട്ടി ഈ പെൺകുട്ടി മറഞ്ഞു നിന്ന് അവരുടെ ആ ഒരു സ്നേഹസല്ലാപവും കാര്യങ്ങളൊക്കെ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മുടെ സച്ചിയും രേവതിയും എല്ലാവരും വന്നിരിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിലുള്ള ആഗ്രഹം പറയാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഭാഗമൊക്കെയാണ് എന്തായാലും കാണിക്കാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.